എന്റെ തീരുമാനം അടിയുറച്ചതാണ്. ഞാൻ ഭരണമാല്യം ചാർത്തുന്നുവെങ്കിൽ അത് ദത്തനെ തന്നെയായിരിക്കും. ദത്തൻ തന്നെയാവും എന്റെ പതി. ഈ ജന്മം ദത്തന്റെ ധർമ്മപത്നിയായി തന്നെ ഞാൻ വാഴും. അസംഭവ്യമായ കാര്യമാണ് നീ ആവശ്യപ്പെടുന്നത്. നിന്റെ ഈ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നടക്കും, നടന്നിരിക്കും. ഇല്ലെങ്കിൽ ഈ ജന്മം ഞാൻ ഉപേക്ഷിക്കും. ഗാലവ മഹർഷിയുടെ മകൾ ലീലയാണ് ഈ പറയുന്നത്. ഭഗവാനെ കൈലാസനാഥ, ഇതിനൊരു പരിഹാരം കൽപ്പിച്ചരുളണേ ഭഗവാനെ. ലീലേ, ലീലേ, മകളെ കണ്ടോ? കരഞ്ഞു കലങ്ങിയ കണ്ണുമായി പുറത്തേക്ക് പോകുന്ന കണ്ടു. ചോദിച്ചപ്പോ ഒന്നും മിണ്ടിയില്ല. എവിടേക്കാണ് പോയത്? അറിയില്ല ഗുരു. ലീലേ, ലീലേ, മകളെ, ലീലേ, 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 മോളെ, എന്താ ഇത്? അരുത്, അവിവേകം ഒന്നും കാട്ടരുത്. എന്തു പറ്റി നിനക്ക്? പിതാവെ, അടുത്തേക്ക് വരരുത്. ഇതെന്റെ തീരുമാനമാണ്. ബലമായി എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് മറ്റു വഴികൾ തേടേണ്ടി വരും. ഈ ജന്മം അവസാനിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ ലീലേ, പിതാവിനെ അനുസരിക്കൂ. ഇറങ്ങി വരൂ. ഭഗവാനെ, ഞാനിത് എങ്ങനെ സഹിക്കും? മോളെ, പരിഹാരമില്ലാത്തതായി ഒന്നുമില്ല. പിതാവിനെ ധർമ്മസങ്കടത്തിലാക്കരുത്. പിതാവെ, ഈ മകളോട് ക്ഷമിക്കും. ഈ അധമ ജന്മം ഇങ്ങനെ ഉമത്തിയിൽ നേരെ ഒടുങ്ങട്ടെ. ഈ പിതാവിനെ നീ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു, പരാജയപ്പെടുത്തുന്നു? അരുത്. പരീക്ഷണവും പരാജയവും അല്ല പിതാവെ, എനിക്ക് ഞാൻ തന്നെ വിധിച്ച ശിക്ഷ. ഈ ഉമത്തിയിൽ നേരെ നേരെ ഒടുങ്ങട്ടെ, ഞാനും എന്റെ സ്വപ്നവും. ഈശ്വര, എന്റെ മോളെ രക്ഷിക്കണേ. ഈശ്വരൻ തന്ന ജീവനെ ഹനിക്കാൻ ആർക്കും അവകാശമില്ല കുഞ്ഞെ. എന്റെ ആഗ്രഹങ്ങൾ ഹനിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്കും താല്പര്യമില്ല പിതാവെ. ലൗകിക സുഖങ്ങൾ മാത്രമല്ല ജീവിതത്തിന് ആധാരം. നീ ഒരു മുനികുമാരിയാണ്. അത് ആചാര്യ തത്വം. പക്ഷെ ഞാനൊരു സ്ത്രീയാണ്. ജന്മം കൊണ്ടേ ഞാൻ മുനികന്യകയായിട്ടുള്ളൂ. പക്ഷെ കർമ്മം കൊണ്ട് വെറും ഒരു മനുഷ്യ സ്ത്രീയാണ്. ആദർശ ജീവിതത്തിലേക്കുള്ള അങ്ങയുടെ യാത്ര തുടരട്ടെ. മരണമെന്ന സത്യത്തിലേക്ക് ഞാനും. മകളെ, എന്നെ നീ ധർമ്മസങ്കടത്തിലാക്കരുത്. നീ ഇല്ലാതെ ഈ പിതാവിനൊരു ജീവിതമില്ല. ദത്തനില്ലാത്തൊരു ജീവിതം എനിക്കുമില്ല പിതാവേ. പക്ഷേ ദത്തന്റെ ജീവിത ലക്ഷ്യം നീ മറക്കരുത്. അതിനേക്കാൾ വലുതാണ് ദത്തനെ കുറിച്ചുള്ള എന്റെ സ്വപ്നങ്ങൾ. ദത്തനുമൊത്തുള്ള ഒരു ജീവിതത്തിലേക്ക് മാത്രമേ ഇനി ഞാൻ മടങ്ങൂ.
അല്ലെങ്കിൽ അഗ്നിക്കിരയാകട്ടെ എന്റെ ഈ ശരീരവും മനസ്സും. പൂർവജന്മങ്ങളോ ഭാവി കാലമോ ദർശിക്കാൻ അശക്തരായവർ കാലത്തിൽ പ്രതീക്ഷയർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. യൗവനവും രൂപസൗന്ദര്യവുമെല്ലാം കാലം ഹനിക്കുന്ന വെറും മായ മാത്രമാണ്. എല്ലാം അറിയുന്ന നീ എന്തേ പുത്രി ഇങ്ങനെ ചപലമായി ചിന്തിക്കുന്നു? മനസ്സിൽ നിറഞ്ഞ രൂപം മാറ്റാൻ തത്വദർശനത്തിന് കഴിയില്ല പിതാവേ. പ്രണയത്തീയിൽ ഒരുകുന്ന മനമാണ് എന്റേത്. സഫലമാകാത്ത ആ പ്രണയം മനസ്സിനെ ഹനിക്കുമ്പോ ഈ ശരീരവുമായി ജന്മം കഴിച്ചു തീർക്കുന്നതിൽ അർത്ഥമില്ല. വ്യർത്ഥമായി ഈ പാഴ്ജന്മം ഈ ഉമിത്തിയിൽ വെന്ത് തീരട്ടെ. ഭഗവാനെ, എന്ത് വിധിയാണിത്? ചിന്തകൾ സൃഷ്ടിക്കുന്നത് ഈശ്വരനല്ലേ പിതാവേ? എന്നിൽ പ്രണയം നിറച്ചത് കാമദേവനാകില്ലേ? വിരഹമാണ് വിധിയെങ്കിൽ പിന്നെന്തിന് ദേവൻ എന്നിൽ ബാണമെയ്തു? ചിന്തകൾ സൃഷ്ടിക്കുന്നത് മായ നിറഞ്ഞ മനസ്സാണ്. ഇന്ദ്രിയങ്ങളാൽ ആർജിക്കുന്ന മായ നിറഞ്ഞ അജ്ഞാനമാണ് ചിന്തകൾക്ക് ഹേതുവാകുന്നത്. ജ്ഞാനത്താൽ ആർജിക്കുന്ന അറിവ് മോക്ഷത്തിനും കാരണമാകുന്നു. ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ പാകമായ മനസ്സല്ല പിതാവേ എന്റേത്. അങ്ങനെ പിന്തിരിപ്പിക്കാനും വൃഥാ ശ്രമിക്കണ്ട. ദത്തനും ഒത്തൊരു ജീവിതം, അതൊന്നു മാത്രമേ എനിക്ക് ആവശ്യപ്പെടാനുള്ളൂ. നീലേ, ദത്തന്റെ ലക്ഷ്യവും ജന്മോദ്ദേശവും വ്യക്തമായി അറിയാവുന്ന നാം എങ്ങനെ ലൗകിക ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ദത്തനോട് പറയും? നമ്മുടെ ധർമ്മസങ്കടം നീ മനസ്സിലാക്കൂ പുത്രി. പിതാവേ, ഞാൻ ഇതുവരെ ഒരാഗ്രഹം പോലും അങ്ങയോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ മോഹം ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറുമല്ല. നഷ്ടപ്രണയത്തിന്റെ വേദനയും പേറി ഇനി എനിക്ക് ജീവിക്കാനുമാവില്ല. ഇതെന്റെ വിധിയാണെന്ന് കരുതി അങ്ങ് സമാധാനിക്കും. എന്നെ മരിക്കാൻ അനുവദിക്കും പിതാവേ. ഈശ്വര, എന്താണ് ഇതിനൊരു പോംവഴി? മകളെ ലീലെ, നാം ദത്തനോട് സംസാരിക്കാം. വെറുതെ സംസാരിച്ചത് കൊണ്ട് കാര്യമില്ല. ദത്തൻ സമ്മതിക്കണമെങ്കിൽ ഗുരുദക്ഷിണയായി ദത്തന്റെ ജീവിതം തന്നെ ചോദിക്കണം. അതിനങ്ങേക്ക് സാധിക്കുമോ? ശരി, നാം അപ്രകാരം ചെയ്യാം. തൽക്കാലം ഈ ഹീനകൃത്യത്തിൽ നിന്ന് പിന്തിരിയൂ പുത്രി. ശരി പിതാവേ, അങ്ങയുടെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. ഭഗവാനെ ശ്രീ പരമേശ്വരൻ, ഭഗവാനെ കൈലാസനാഥ, ശ്രീ പരമേശ്വര, എന്തൊരു പരീക്ഷണമാണിത്! എല്ലാം മായയെന്ന് പറഞ്ഞും പഠിപ്പിച്ചും അനുഭവിച്ചും കഴിയുന്ന താപസിന് പോലും ജീവിതത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കാതെ വരുന്നു. സന്താനഭാഗ്യം ലഭിക്കാത്ത മാതാപിതാക്കൾ അനപത്യ ദുഃഖത്താൽ കേഴുന്നു. ലഭിച്ചവരോ മക്കളുടെ ചെയ്തികളിൽ വിലപിക്കുന്നു. ഉത്തമരായ ശിഷ്യരെ ലഭിക്കാത്ത ഗുരുക്കന്മാർ പിൻഗാമിയില്ലാതെ വിഷമിക്കുന്നു. ഇതെല്ലാം ഭഗവത് കടാക്ഷത്താൽ ലഭിച്ച നാമോ, മകളോടുള്ള വാത്സല്യമോ, ശിഷ്യനോടുള്ള കടമയോ ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നറിയാതെ പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്നു. ഈശ്വര സാക്ഷാത്കാരം ആത്മാർത്ഥമായി തേടുന്ന മനുഷ്യർ വിരളമായ ഈ ലോകത്ത് ഉറച്ച മനസ്സോടെ ബ്രഹ്മപദത്തിലേക്ക് നടന്നെടുക്കുന്ന ശിഷ്യനെ
നാം എങ്ങനെ പിന്തിരിപ്പിക്കും? പ്രണയ സാക്ഷാത്കാരം സാധിക്കാതെ വന്നാൽ മരണം വരിക്കുമെന്ന പുത്രിയുടെ ശാഠ്യം നാം എങ്ങനെ പരിഹരിക്കും? ഭഗവാനെ, നീ തന്നെ ഒരു വഴി കാണിച്ചു തരൂ. കാര്യമില്ലാതെ കാരണമുണ്ടാകില്ലല്ലോ. ഈശ്വര കാര്യത്തിനോ ലോക നന്മയ്ക്കോ വേണ്ടിയാണ് ഈ പ്രതിസന്ധി സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും വിസ്മരിച്ച് ദുഃഖങ്ങൾ ഏറ്റുവാങ്ങാൻ നാം തയ്യാറാണ് ഭഗവാനെ. ഭഗവാനെ, ശ്രീനീലകണ്ഠ, അങ്ങ് എനിക്കൊരു അടയാളം കാട്ടിയാലും, ഒരു സൂചന നൽകിയാലും, മകളുടെ വേദന മറന്ന് അവളുടെ ജീവനെ വിസ്മരിച്ച് ഒരു ഗുരുവിന്റെ കടമയാണോ അടിയൻ നിർവഹിക്കേണ്ടത്? അതോ ശിഷ്യന്റെ ലക്ഷ്യം മറന്ന് ലൗകിക ജീവിതത്തിനായി കേഴുന്ന മകളോടുള്ള കടമയാണോ നാം ചെയ്യേണ്ടത്? ഭഗവാനെ, ശ്രീകണ്ഠേശ്വര, അവിടുന്ന് വില്ലുദലങ്ങളാൽ നൽകിയ സൂചന നാം മനസ്സിലാക്കുന്നു. വിധിയെ തടുക്കാൻ ആർക്കുമാവില്ലല്ലോ. എല്ലാം അവിടുത്തെ ഇംഗിതം പോലെ നടക്കട്ടെ. ഗുരുവേ, അങ്ങേക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. അങ്ങയുടെ മനസ്സ് ഏറെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നു. അങ്ങയുടെ മനസ്സിനെ മഥിക്കുന്നത് എന്താണെങ്കിലും ഈ ശിഷ്യനോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ പറഞ്ഞോളൂ. പരിഹാര സാധ്യമാണെങ്കിൽ അതിനുവേണ്ടി ഈ ഉള്ളവൻ പരിശ്രമിക്കാം. ഏതൊരു പ്രതിസന്ധിക്കും പരിഹാരമുണ്ടെന്നാണല്ലോ അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്താണ് വേണ്ടതെന്ന് ആജ്ഞാപിച്ചോളൂ. ദത്ത, ചിലതൊക്കെ പഠിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷേ അത് സ്വന്തം ജീവിതത്തിൽ പ്രതിഫലിക്കുമ്പോഴാണ് അതിൻ്റെ പ്രായോഗിക വൈഷമ്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ദത്ത, നീ എനിക്ക് വെറുമൊരു ശിഷ്യൻ മാത്രമല്ല, ഒരു മകന്റെ സ്ഥാനം കൂടിയാണ് നാം നിനക്ക് തന്നിരിക്കുന്നത്. ആ പരിഗണന ആവോളം അനുഭവിച്ചവനാണ് നാം. എന്റെ രക്ഷകർത്താവും ഗുരുവും കൺകണ്ട ദൈവവും എല്ലാം അങ്ങ് തന്നെയാണ്. ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശിഷ്യനോട് തനിക്ക് വേണ്ടി ഒന്ന് അസ്തമിക്കുമോ എന്ന് അപേക്ഷിക്കേണ്ടി വരുന്ന ഗുരുവിന്റെ നിസ്സഹായത. ബ്രഹ്മജ്ഞാനത്തിന്റെ മാർഗത്തിൽ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശിഷ്യനോട് തനിക്ക് വേണ്ടി ഒന്ന് അസ്തമിക്കുമോ എന്ന് അപേക്ഷിക്കേണ്ടി വരുന്ന ഗുരുവിന്റെ നിസ്സഹായത. ഏത് വാക്കുകൾ കടം കൊണ്ടാണ് നിന്നോട് വിവരിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദത്ത. ശിഷ്യന്റെ ജീവിതം ഗുരുവിനോട് കടപ്പെട്ടതിനാൽ എന്തും ആജ്ഞാപിക്കാൻ അങ്ങേക്ക് അവകാശമുണ്ട്. നിന്നെപ്പോലൊരു ശിഷ്യനെ ലഭിച്ച ഞാൻ എത്ര പുണ്യം ചെയ്തവനാണ്. പക്ഷേ
എന്നെപ്പോലൊരു ഗുരുവിനെ ലഭിച്ച നീയോ? കുഞ്ഞെ, മനസ്സുകൊണ്ട് പോലും നീ എന്നെ വെറുക്കരുത്, ശപിക്കരുത്. നാം ഒരു ഗുരു മാത്രമല്ല, പിതാവ് കൂടിയാണ്. ഗുരു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. അപേക്ഷിക്കുകയാണെന്നോ അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണെന്നോ ധരിച്ചോളൂ. വേണമെങ്കിൽ ശിഷ്യനോട് ഗുരുദക്ഷിണ ഇരന്നു വാങ്ങുന്ന ഗുരുവിന്റെ അല്പത്തരമെന്നോ നിവൃത്തികേടെന്നോ വിശേഷിപ്പിച്ചോളൂ. ദത്താത്രേയ, നീ നമ്മുടെ മകൾ ലീലയെ വരിക്കണം, പത്നിയായി സ്വീകരിക്കണം. ഗുരു, ഇതിലും ഭേദം അങ്ങേക്കെന്നെ. അരുത്. അവിവേകമാണ് നാം പറഞ്ഞതെന്നറിയാം. എന്നാൽ പക്ഷേ ഇത് നിസ്സഹായനായ ഒരു പിതാവിന്റെ അപേക്ഷയാണ്. നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ എൻ്റെ മകളെയും സ്നേഹിക്കുന്നു. എന്നെ പോലെയോ എന്നെക്കാളുമെന്നോ വിശേഷിപ്പിച്ചോളൂ. ഗുരു, അങ്ങയുടെ ഈ കണ്ണുനീർ തുള്ളികളിൽ നിന്നും ദത്താത്രേയൻ ഒരു പാഠം കൂടി പഠിക്കുന്നു. സ്നേഹം. സ്വന്തം രക്തത്തെ സ്നേഹിക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല. ആ സ്നേഹത്തിന് അതിർവരമ്പുകളില്ല എന്നും നാം മനസ്സിലാക്കുന്നു. ഒരു ശിഷ്യനെ ഓർത്ത് ഗുരുവിന്റെ കണ്ണിൽ നിന്നും സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും കണ്ണീരിറ്റി വീഴാം. അത് സങ്കടം കൊണ്ടാണെങ്കിൽ ശിഷ്യൻ പാപിയായിത്തീരും. അതുകൊണ്ട് ഇതാ ഗുരുവിന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഒരു മാതൃകാ ശിഷ്യനായി ദത്തന്റെ ശിഷ്ടജീവിതം അങ്ങയുടെ പാദങ്ങളിൽ നാം സമർപ്പിക്കുന്നു. സ്വീകരിച്ചാലും എന്നെ അനുഗ്രഹിച്ചാലും. പ്രകാശത്തിലേക്ക് മുഖം തിരിച്ചു വയ്ക്കുക. നിഴലുകൾ താനെ പിന്തള്ളപ്പെട്ടുകൊള്ളും. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ നമോ നമഃ ശരണമേ. ലോകവീരം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദോ ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദ നിരതം ശാസ്താരം പ്രണമാമ്യഹം. മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം മത്തമാതംഗഗമനം കാരുണ്യാമൃതപൂരിതം സർവവിഗ്രഹരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാവര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമഃ. അസ്മത്കുലേശ്വരം ദേവം അസ്മത് ശത്രു വിനാശനം അസ്മദിഷ്ട പദാതാരോ ശാസ്താരം പ്രണമാമ്യഹം. പാണ്ഡേശവം ശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണവരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. ഹരിവരാസനം സ്വാമി വിശ്വം
ജഗദീശ്വരം സ്വാമി ആരാധ്യ പാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ പഞ്ചാത്രീശ്വരമംഗളം ഹരിഹര പ്രേമകൃതി പിഞ്ചാലങ്കൃതമംഗളം പ്രണമതാം ചിന്താമണൈ മംഗളം പഞ്ചസധ്വജമംഗളം ത്രിജഗദാമാധ്യപ്രഭോ മംഗളം പഞ്ചസ്തോപമംഗളം ശ്രുതിശിരോലങ്കാരസൻ